നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷിയിൽ NPK എന്ന വളം എങ്ങനെ രാസവളം എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. NPK എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ NPK. പല കളറിലാണ് വരുന്നത്. നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു ചുവപ്പ് കളറുള്ള ഒരു കവറാണ്. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3-4 ഗ്രാം എന്ന കണക്കിൽ വേണം നമ്മളത് എടുക്കാൻ. അപ്പം ഒരു സ്പൂൺ എടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു 3 ഗ്രാം ഏകദേശം കിട്ടും. ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളമായിട്ട് അത് മിക്സ് ചെയ്യുക. ഈ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോകും. പിന്നെ നമ്മളൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം അത് വെള്ളത്തിലേക്ക് കലരും. ഇതുപോലുള്ള കുപ്പിയായാലും മതി, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വേറെ 1 ലിറ്ററിൻ്റെ വലിയ സ്പ്രെയർ വാങ്ങാൻ കിട്ടും. ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം വെള്ളമായിട്ടൊന്ന് കലരും. ഇത് വളരെ സാവധാനം ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടിയുടെ ഇലയ്ക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കാരണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇത് നല്ലോണം ഈ രാസവളം നല്ലോണം പിടിച്ചെടുത്ത് ചെടി പെട്ടെന്ന് വളരാനും പെട്ടെന്ന് പൂക്കാനൊക്കെ സഹായിക്കും. ഇത് നമ്മളെ കൃഷിയായിട്ടുള്ള പല വ്യക്തികളുടെയും അഭിപ്രായം കേട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് നമ്മളതിൻ്റെ ചെടിയുടെ മൂട്ടിൽ അടിച്ചു കൊടുക്കുന്നതും ചെടിക്ക് വളരെ നല്ലതാണ്. രാവിലെ ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ, രാവിലെ അടിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം. എല്ലാ ഇലയിലും വളരെ എത്തത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെടി പെട്ടെന്ന് വളരും എന്ന് കരുതിയിട്ട് ഒരുപാട് അടിച്ചു കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ അടിച്ചാൽ ചെടി വാടാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ചെടികൾ ഇതുപോലെ നമ്മൾ കുറച്ച് സ്പ്രേ അധികമായി പോയതുകൊണ്ട് വാടിപ്പോയതാണ്. പേടിക്കേണ്ട. 2 ദിവസം കഴിയുമ്പോൾ ആ ചെടിയും റെഡി ആയിക്കോളും. നമസ്തേ.